ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ആത്മീയതയുടെ 62ാമത്തെ സെഷനാണല്ലോ ഇത്. മൂന്നാം സദനത്തെക്കുറിച്ചുള്ള 6ാമത്തെ വിചിന്തനവും. മൂന്നാം സദനത്തെക്കുറിച്ച് വിശുദ്ധ മത്തറേസ്യ നൽകുന്ന 2 അധ്യായങ്ങളിൽ 1ാമത്തെ അധ്യായത്തിൻ്റെ 7ാമത്തെ ഖണ്ഡികയിലേക്കാണല്ലോ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം കടന്നു വന്നത്. എളിമയെക്കുറിച്ച് മത്തറേസ്യയുടെ പെട്ടെന്ന് വലിയൊരു ആന്തരിക പ്രചോദനത്താൽ പ്രേരിതയായിട്ട് പങ്കുവെക്കാൻ ആരംഭിക്കുകയാണ്. ആത്മീയമായ ശുഷ്കതയുടെ അനുഭവം, വരൾച്ചയുടെ അനുഭവം ഉദ്ദേശിക്കുന്ന പോലെ ജ്വലിച്ച അഭിഷേകത്തിന് കത്തുന്നില്ല, അതിനെക്കുറിച്ചൊരു പരാതി ആയിട്ട് മാറുന്നു. ഈ ശുഷ്കത ഒരു പരാതിയായിട്ട് മാറുന്നൊരു അനുഭവം, അതേക്കുറിച്ച് ഇവിടെ മത്തറേസ്യ സമയമെടുത്ത് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക്, മനോഭാവത്തിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ കാരണം എളിമയുടെ കുറവാണ്. മത്തറേസ്യ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ശക്തമായിട്ട് പ്രതിപാദിക്കുകയാണ്. ആ എളിമ ഇല്ലായ്മ തിരിച്ചറിയാനായിട്ട് സഹായിക്കേണ്ടത് ആത്മശോധനയാണെന്ന് മത്തറേസ്യ പറയുകയാണ്. വായിച്ച് നിർത്തിയത് ഇവിടെയാണല്ലോ. എൻ്റെ സഹോദരിമാരെ, നമുക്ക് ആത്മപരിശോധന ചെയ്യാം, അഥവാ കർത്താവ് തന്നെ നമ്മെ പരിശോധിക്കട്ടെ. അവിടത്തേക്ക് അതിന് നല്ല വശമുണ്ടെങ്കിലും അതിൻ്റെ ഫലം അറിയാൻ മിക്കപ്പോഴും നമുക്ക് ഇഷ്ടമില്ല. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. ആത്മശോധന ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട്, നമ്മുടെ സമയം എടുക്കുന്നുമുണ്ട്, പക്ഷേ അതിൻ്റെ ഫലം ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് ഇഷ്ടമില്ല. യാക്കോബ് സ്തോത്രം പറഞ്ഞ് നമുക്കറിയാമല്ലോ, കണ്ണാടിയിൽ നോക്കിയിട്ട് താൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ടിട്ട് അഴുക്ക് പറ്റിയിരിക്കുന്നത്, കരി പറ്റിയിരിക്കുന്നത്, പൊടി പറ്റി, ചെളി പറ്റിയിരിക്കുന്നത് മുഖത്ത്, അത് തിരുത്താൻ തയ്യാറാകാതെ കണ്ടിട്ട് അതേപടി ഇറങ്ങിപ്പോകുന്നൊരു വ്യക്തി വലിയൊരു ഭോഷനാണ്. അങ്ങനെ നമ്മളാകരുത്. അവിടെ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ആത്മശോധന ചെയ്ത് സ്വയം കുറവുകൾ തിരിച്ചറിയാൻ പറ്റണം. അത് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അതിനെ പരിഹരിക്കാനുള്ള സന്നദ്ധത വേണം. അതാണ് ആത്മശോധനയുടെ ഫലം അറിയാൻ മിക്കപ്പോഴും നമുക്കിഷ്ടമില്ല. നമ്മിലേക്ക് തന്നെ നോക്കിയിട്ട് നമ്മുടെ കുറവുകൾ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ചും ആത്മീയമായിട്ട് വളർന്നു വരുന്നവർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമില്ല എന്ന് മത്തറേസ്യ പറയുകയാണ്. വിശുദ്ധ എഫ്രാസ്യാമ്മ ആത്മീയപിതാവിന് കത്തുകൾ എഴുതുമ്പോൾ പല കത്തുകളിൽ എഫ്രാസ്യാമ്മ പറയുന്നുണ്ട്, പിതാവേ എന്നെ കുറ്റപ്പെടുത്തണമേ, എന്നെ നല്ലതുപോലെ കുറ്റപ്പെടുത്ത, എൻ്റെ കുറ്റങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണേ, എന്നിട്ട് തക്ക പ്രായശ്ചിത്വം എനിക്ക് പറഞ്ഞു തരണമേ. അപ്പോൾ അങ്ങനെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ തൻ്റെ തന്നെ കുറ്റങ്ങൾ, താൻ തന്നെ നോക്കിയിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ലാത്ത കുറ്റങ്ങൾ ആത്മീയ പിതാവ് കാണുന്നത് പറഞ്ഞു തരണം. അത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ തിരുത്തിയെടുക്കട്ടെ. അപ്പോൾ എനിക്ക് മരിച്ചു കഴിഞ്ഞ് ശുദ്ധീകരണത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം വരികയില്ല. ഒരിക്കലും എഫ്രാസ്യാമ്മയുടെ മദർ അധികാരിയായിരിക്കുന്ന സിസ്റ്റർ എഫ്രാസ്യാമ്മ ചെയ്യാത്തൊരു കുറ്റത്തിന്, വേറെ ഏതോ സഹോദരി ചെയ്ത കുറ്റമാണ്, പക്ഷെ അത് എഫ്രാസ്യാമ്മയാണ് ചെയ്തതെന്ന് ഓർത്തുകൊണ്ട് എഫ്രാസ്യാമ്മയെ വഴക്ക് പറയുന്ന രംഗത്തെക്കുറിച്ച് എഫ്രാസ്യാമ്മ എഴുതുന്നുണ്ട്. കത്തി ഞാനിപ്പോൾ കൃത്യം ഓർമ്മിക്കുന്നില്ല. അങ്ങനെ വഴക്ക് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ മദർ വളരെ അരിശത്തോടെ വിഷമത്തോടെ ഇങ്ങനെ എഫ്രാസ്യാമ്മ വഴക്ക് പറയുകയാണ്. എഫ്രാസ്യാമ്മയ്ക്ക് കാര്യം മനസ്സിലായി, താൻ ചെയ്തതല്ല വേറെ ആൾ ചെയ്തതാണ്. പക്ഷേ ആ വഴക്ക് മുഴുവൻ എഫ്രാസ്യാമ്മ കേട്ട് നിൽക്കുകയാണ്. അങ്ങനെ തല കുറിച്ച് നിൽക്കുമ്പോൾ അറിയാതെ എഫ്രാസ്യാമ്മ ഒന്ന് ഉള്ളിൻ്റെ സന്തോഷം കൊണ്ട് ചിരിച്ചു പോയി, ഒരു പുഞ്ചിരി മുഖത്ത് വന്നു. സന്തോഷം എന്ന് വെച്ചാൽ താൻ ചെയ്യാത്ത കുറ്റത്തിന് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മദർ വഴക്ക് പറയുന്നത് തനിക്ക് എന്തുമാത്രം ആത്മീയമായ വളർച്ചയാണ്, കരുത്താണ്, നേട്ടമാണെന്നുള്ള ചിന്ത വന്നപ്പോൾ കുനിഞ്ഞു നിന്നൊരു വഴക്ക് കേൾക്കുന്നിടെ അറിയാതെ പുഞ്ചിരി വന്നുപോയി. അത് കണ്ടപ്പോഴും മദർ കൂടുതൽ വഴക്ക് പറഞ്ഞു. ഇവരോട് പറഞ്ഞിട്ട് നമുക്കൊരു വകവൂപ്പില്ലല്ലോ, ഇവൾ പരിഹസിക്കുകയാണോ, തന്നെ കളിയാക്കുകയാണ്, ചിരിക്കുകയാണ്, സങ്കടവും പശ്ചാത്തലവും ഒന്നും ഇല്ലല്ലോ എന്ന് മദർ ചിന്തിച്ചിട്ട് കൂടെ വഴക്ക് പറഞ്ഞു. ഇപ്പം എഫ്രാസ്യാമ്മ അതേപ്പറ്റി ആത്മീയപിതാവിന് എഴുതി, പാവം മദർ, ഞാൻ മദറിനെ കൂടുതൽ ശുണ്ടി പിടിപ്പിച്ചു പോയി, പക്ഷേ ഇതായിരുന്നു ഉള്ള വാസ്തവം. അപ്പം ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധർക്കുണ്ടായിരുന്നത്. അപ്പം നമ്മളെപ്പറ്റി തന്നെ നമ്മുടെ കുറ്റങ്ങൾ, പോരായ്മകൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ആത്മശോധന ചെയ്യണം. അത് നമുക്ക് ആത്മശോധനയ്ക്ക് നമ്മൾ ഇരിക്കുമെങ്കിലും നമ്മുടെ തെറ്റ് നമ്മൾ സമ്മതിക്കാൻ, കണ്ടുപിടിക്കാൻ തയ്യാറല്ല. കണ്ടാൽ തന്നെ നമ്മളത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇനി ഇച്ചിരി അംഗീകരിച്ചു വന്നാൽ തന്നെ അത് തിരുത്തിയെടുക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇറങ്ങാൻ നമ്മൾ തയ്യാറല്ല. നമ്മളുടെ അവസ്ഥ അത് അങ്ങനെ തന്നെ വെച്ചോട്ട് വീണ്ടും മുന്നോട്ട് പോകാനാണ് നമുക്കിഷ്ടം. ഇത് വളരെ ഗൗരവമുള്ള ഒരു ആത്മീയ അപചയമാണ്, അല്ലെങ്കിൽ ഒരു ഉടക്കിപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. വഞ്ചി തിരുനക്കര തന്നെ നമ്മൾ പ്രാവശ്യം പറഞ്ഞില്ല, കെട്ട് അഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല. തുഴഞ്ഞ് പാതിരാത്രി കഴിഞ്ഞപ്പോഴും വഞ്ചി നീങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തുഴക്കാരൻ നോക്കിപ്പോണ്ട് കെട്ടഴിച്ചിട്ടില്ല. അപ്പോൾ ആൾക്കാർ കാര്യം അവിടെ കൂടെ നിൽപ്പുണ്ട്. ഇനി ചിലപ്പോൾ ചെന്ന് കെട്ടഴിക്കാൻ പോയാൽ ഇത്രയോ മണിക്കൂറുകൾ ഇങ്ങനെ തുഴഞ്ഞത് ഈ കെട്ടഴിക്കാതെയാണോ എന്ന് ആൾക്കാർ വിചാരിക്കുകയല്ലേ എന്നുള്ള ചിന്ത വന്നിട്ട് ഇനിയിപ്പോൾ കെട്ടഴിക്കേണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, തുഴഞ്ഞേക്കാം
ഈ തുഴച്ചിലങ്ങ് തുടരാം, കെട്ടിപ്പം തക്കാലം അഴിക്കേണ്ട അവിടെ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് തുഴയുന്നൊരു മനുഷ്യനെപ്പറ്റി എന്നതാ പറയാനിരിക്കുന്നത്. ആ മനുഷ്യൻ തുഴഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അത് 2 മണി വരെ തുഴഞ്ഞു, ഒരു ഉപകാരം ഉണ്ടായില്ല. ഇനി നേരം വെളുക്കുന്നത് തുഴഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. അതറിഞ്ഞിട്ടും ആൾക്കാരെന്നാ വിചാരിക്കും, ഇനിയിപ്പോൾ എണീറ്റ് പോയി കെട്ടഴിക്കുന്ന ഒരു നാണക്കേടല്ലേ, മോശമല്ലേ എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് ഈ കെട്ടഴിക്കാൻ തയ്യാറാകാതെ പോകുന്നൊരു വ്യക്തി. ഇതിനേക്കാളും ദയനീയ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇത്രയും നാൾ ആത്മീയമായിട്ടൊക്കെ നമ്മൾ കുറേ തുഴഞ്ഞു, പക്ഷെ മുന്നോട്ട് പോകുന്നില്ലാത്തതിൻ്റെ കാരണം ഇപ്പം നമുക്ക് ആത്മശോധന ചെയ്യാൻ നമുക്ക് നോക്കാൻ താല്പര്യമില്ല. അല്പം നോക്കിയപ്പോൾ നമ്മൾ മനസ്സിലായി കെട്ടടിച്ചിട്ടില്ലല്ലോ, അതാണല്ലോ ഇന്ന കെട്ടുകൾ എൻ്റെ ജീവിതത്തിൽ കയറി കിടക്കുകയാണല്ലോ, എനിക്ക് അഹങ്കാരമുണ്ട്, ഇല്ല സ്വാർത്ഥ താല്പര്യങ്ങളോ സ്വന്തം പദ്ധതികളോ ഉപേക്ഷിക്കുന്നില്ല, എന്തെല്ലാം കെട്ടുകളാണ്. ഇത് കണ്ടിട്ട് നമ്മളതിനെ ഗൗരവത്തിലെടുക്കാതെ പിന്നെ ഇപ്പോൾ പോകുന്നവർ തന്നെ നമ്മൾ കുറേ കൊന്തയും ചൊല്ലി പള്ളിയിലും പോയി കുറേ കുമ്പസാരം നടത്തി, കുറേ ആത്മീയ കൃത്യങ്ങളും കാരണപ്രവൃത്തിയും എല്ലാം നടത്തി. അതല്ലേ അവിടെ ആരംഭത്തിൽ പറയുന്നത്, ഇവർ വലിയ പാപമൊന്നും ചെയ്യുകയില്ല, ലഘുപാപങ്ങൾ പോലും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചിട്ടയുണ്ട്, ത്യാഗങ്ങളുണ്ട്, പരിത്യാഗമുണ്ട്, ഉപപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, സമയം നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അഴിക്കേണ്ടതിൽ കെട്ടഴിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ അവർ നീങ്ങുമ്പോൾ അത് ഒരു ഉപകാരമില്ലാത്ത ജീവിതത്തിൻ്റെ അവസാനം വരുമ്പം ഒരു വളർച്ചയില്ലാതെ ദയനീയമായ അവസ്ഥയിൽ ദൈവത്തിൻ്റെ പിന്നെ കയറി നരകത്തിൽ പോകുന്നൊന്നുമല്ല. പക്ഷേ ശുദ്ധീകരണത്തിനകത്ത് എന്തുമാത്രം അവർ കിടക്കേണ്ടി വരും ഈ കെട്ടടിക്കാൻ ഇപ്പോൾ അവസരമുള്ളപ്പോൾ അടിക്കാത്തത്. അപ്പോൾ നമ്മത്രേസ്യ പറയുന്ന ഈ ഒരു കമൻറ്റ് വളരെ ഗൗരവമുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ആത്മശോധനയ്ക്ക് നമുക്ക് താല്പര്യമില്ല. ദൈവത്തിന് നല്ലപോലെ നമ്മൾ പരിശോധിക്കാൻ സാധിക്കും. നമ്മൾ ദിവസം പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവ് ഒരു പാപത്തിൽ ബോധ്യപ്പെടുത്തും. പക്ഷേ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്താൻ നമ്മൾ തയ്യാറല്ല, അത് കേൾക്കാൻ നമ്മൾ തയ്യാറല്ല. അതിൻ്റെ ഫലം പരിശുദ്ധാത്മാവ് എന്നെ പരിശോധിക്കുന്നത് നമ്മൾ പറയും, ആത്മബോധം തരണേ, എളിമ തരണേ, നിർമ്മല ഹൃദയം എന്നെ രൂപപ്പെടുത്തുക നമ്മൾ പറയും. പക്ഷേ പരിശുദ്ധാത്മാവ് പരിശോധിച്ചിട്ട് തരുന്ന ഫലം എന്താണെന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറല്ല. നമുക്ക് ഇഷ്ടമില്ല എന്ന് മദ്രസ്യ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്നേഹമുള്ളവർ നമ്മൾ നന്നായിട്ട് എടുക്കണം. ഇവിടെ നമ്മൾ ഇത് 3-ാം സദനത്തിലാണ്, 1ഉം 2ഉം കഴിഞ്ഞു. ഈ 3-ാം സദനത്തിൽ ആന്തരിക ജീവിതമാണല്ലോ ആത്മീയ ആഭ്യന്തര കർമ്മത്തിൻ്റെ അകത്തേക്ക് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കാതെ ഒരു മാർഗവും ഇല്ല. നമ്മുടെ തന്നെ ജീവിതം നമ്മളെ തന്നെ പരിശോധിക്കണം. ഇത് പറഞ്ഞാൽ നമ്മളെ തന്നെ വിവസ്ത്രരാക്കിയിട്ട് പരിശോധിക്കുന്ന പോലെയാണ്. ചിലപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ പുറമെ സുഖം എടുക്കാനായിട്ടിരുന്നിട്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അവിടെ വേദന ഇവിടെ വേദന, ഡോക്ടർ പറയാൻ അങ്ങോട്ട് കയറി കിടന്നേ, അതിന് മുമ്പ് ഡ്രസ്സങ്ങ് മാറ്റിക്കേ എന്ന് പറയുമ്പോൾ നമ്മൾ സാറേ ഇത് മാറ്റണം, അത് മാറ്റണം, ഇതും കൂടെ മാറ്റണം. അപ്പം അങ്ങനെ നമ്മൾ സ്വയം മറയൊക്കെ മാറ്റിയിട്ട് കൊടുത്തെങ്കിൽ ഡോക്ടർക്ക് നമ്മളെ നല്ലപോലെ പരിശോധിച്ചിട്ട് നമ്മുടെ എവിടെയാണ് വിഷയം, എന്താ വിഷയം തിരിച്ചറിഞ്ഞിട്ട് അതിന് പറ്റിയ മരുന്നും തന്ന് നമുക്ക് മുന്നോട്ട് പറ്റുള്ളൂ, സൗഖ്യത്തിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞ പോലെ അമ്മ ത്രേസ്യ ഇവിടെ നമ്മളെ തന്നെ തമ്പുരാൻ്റെ മുമ്പിൽ, നമ്മുടെ തന്നെ മുമ്പിൽ ഒന്ന് വിവസ്ത്രരാക്കിയിട്ട് നമ്മുടെ തനി അവസ്ഥ എന്താണെന്നുള്ളത് തിരിച്ചറിയാനും അത് തിരിച്ചറിഞ്ഞിട്ട് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇനി ഇതിൻ്റെ ഈ 3-ാം സദനത്തെക്കുറിച്ചുള്ള 2-ാമത്തെ അധ്യായത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഇതേ വിഷയം തന്നെ അമ്മ ത്രേസ്യ പറയുന്നത്. ഇത് ഇപ്പം തന്നെ കേട്ടിട്ട് ഒരു വക വിഷമം തോന്നുന്നുണ്ട്, അസ്വസ്ഥത തോന്നുന്നുണ്ട്, അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ തിരുത്താനൊന്നുമില്ല എന്നുള്ള ചിന്തയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളത് എന്താണെന്നുള്ളത് നമ്മുടെ മനോഭാവം എന്താണ്, ഉദ്ദേശം എന്താണ് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിയുമ്പം ഉടുപ്പ് ഊരിയിട്ട് അതോ ഉടുപ്പുണ്ട് മാറ്റിക്ക് അതും കൂടെ ഊരിയിട്ടിച്ച് അവിടെ കയറി കിടന്നെന്ന് പറയുമ്പോൾ അയ്യോ അത് പറ്റി എന്ന് പറയുന്ന വ്യക്തി തിരിച്ചു പോകേണ്ടി വരും. ഡോക്ടർക്ക് പരിശോധിക്കാൻ പറ്റിയല്ല. അല്ലെങ്കിൽ ധനികനായ യുവാവ് നമ്മളെ ദിവസം പറഞ്ഞതാണല്ലോ, ഈശോ മദ്രസയോട് പറയുന്നുണ്ട്, ചെയ്യേണ്ട കാര്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് ചെയ്യാൻ മനസ്സിലാതെ തിരിച്ചു പോകുക, വിശ്വാസിച്ച് തിരിച്ചു പോവുകയാണ്. ധ്യാനകേന്ദ്രത്തിൽ എത്തിയിട്ട് രജിസ്ട്രേഷൻ വന്ന് കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ ഓഫാക്കി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റിയാൽ മൊബൈൽ ഫോൺ എനിക്ക് വേണം, അത്ര മാറ്റി വെക്കാൻ പറ്റിയാൽ ഇത് തിരിച്ചു പോകും എന്ന് പറഞ്ഞിടത്തൊരു അപകടത്തിലേക്കാണ് അതിൻ്റെ സാധ്യത. അവിടെ നമ്മളിവിടെ സ്നേഹമുള്ളവരെ നമ്മളെ തന്നെ എളിമയോടുകൂടെ നമ്മുടെ തനി നിറവ് എന്താണ് ദൈവത്തിൻ്റെ മുമ്പിൽ അമ്മ ത്രേസ്യയുടെ പരിശോധനയുടെ ഉപകരണങ്ങളിലൂടെ കാഴ്ചപ്പാടുകൾ നോക്കാനും അത് കാണാനും അത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും തിരുത്തിയെടുക്കാനും തയ്യാറായേ പറ്റൂ. ഇത് അടുത്ത അധ്യായത്തിൽ ഇതിനേക്കാൾ കട്ടിയായിട്ട് അമ്മത്തിൽ തെളിച്ച് തന്നെ പറയുക, വേറെ മാർഗ്ഗമില്ല. കാരണം ഇത് നമ്മുടെ ആന്തരിക ജീവിതത്തിൻ്റെ വിഷയമാണ്. ഞാനെന്ന വ്യക്തിയാണ് തെളിഞ്ഞു വരേണ്ടത്. ഞാനെന്ന വ്യക്തി ആത്മീയമായിട്ട് തെളിഞ്ഞു വരാതെ വേറെ എന്തെല്ലാം കാട്ടിക്കൂട്ടി നടന്നാലും, എന്തെല്ലാമാണെന്ന് ഭാവിച്ചു നടന്നത്, എന്തെല്ലാം ആൾക്കാർ നമ്മളെപ്പറ്റി നല്ല വാക്ക് പറഞ്ഞാലും ഒരു ഉപകാരവും ഇല്ല തമ്പുരാനും ഉപരിക്കും അവസാനം ചെല്ലുമ്പോൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ഇഷ്ടമില്ലായ്മ നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. വീണ്ടും ക്രമമായി ജീവിക്കുന്നവരുടെ മാതൃകയെ നമുക്ക് നോക്കാം. ക്രമമായി ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ 2 കൂട്ടർ അതിനകത്ത് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. ഒന്ന്, ക്രമമായിട്ട് ജീവിച്ച് വിശുദ്ധിയിൽ വിജയിച്ചവരെന്ന സഭ നമുക്ക് ഒപ്പുവെച്ച് തന്നിരിക്കുന്ന ആൾക്കാർ നമ്മൾ വണങ്ങുന്ന വിശുദ്ധർ. വലിയ നീണ്ട ഒരു നിര നമുക്കുണ്ട്. എത്രയോ വലിയ ഒരു സമ്പത്താണത്.
എന്തുമാത്രം വിശുദ്ധരാണ് നമുക്ക് മുമ്പേ നമ്മുടെ ഈ വഴിയിലൂടെ നടന്നിട്ട് ഈശ്വര പാതയിലൂടെ സ്വർഗം പ്രാപിച്ചവർ. അവരുടെ മാതൃക നമുക്ക് എന്തുമാത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഏത് തരക്കാരായ വ്യക്തികൾക്ക് ഇന്ന് അനുകരിക്കാനും നോക്കി പഠിക്കാനും പറ്റിയ എന്തുമാത്രം വിശുദ്ധരാണ്. നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ അമ്മ ത്രേസ്യയുടെ തന്നെ ഒരു ആ വിശുദ്ധയുടെ തന്നെ ജീവിതത്തിൻ്റെ പങ്കുവെക്കൽ ഒരു പുസ്തകം മാത്രം വെച്ചുകൊണ്ട് എന്തുമാത്രം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എപ്രാസ്യ അമ്മയുടെ ജീവിതം എന്തുമാത്രം, ഫൗസ്റ്റീൻ്റെ ഡയറി നോക്കി, ത്രേസ്യയുടെ ആത്മകഥ നോക്കി എന്തുമാത്രം, അങ്ങനെ അഗസ്തീനോസും മോനിക്കായും അൽഫോൻസാമയും എന്തുമാത്രം കാര്യങ്ങളാണ്. അപ്പോൾ വിശുദ്ധരുടെ നിരയിലേക്ക് നോക്കണമെന്ന് മദ്രസയുടെ എടുത്തു പറയുകയാണ്. ക്രമമായി ജീവിക്കുന്നവരുടെ മാതൃക എന്നാണ് പറയുന്നത്. ക്രമമായിട്ട് ജീവിക്കുന്ന പറയുമ്പോൾ ഒന്ന് വിശുദ്ധർ ജീവിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞവർ, ഒപ്പം നമുക്ക് മുമ്പേ നമ്മുടെ സമൂഹത്തിൽ സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട അവസ്ഥയിൽ ആത്മീയ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ പല ആൾക്കാരുണ്ട്. അവരെ നമ്മൾ നോക്കി, വിശുദ്ധരെ എന്ന പോലെ നമുക്ക് അവരെ ആശ്രയിക്കാൻ പറ്റുകയില്ലായിരിക്കും. പക്ഷേ നമുക്ക് അവരുടെ പല കാര്യങ്ങളും നോക്കി നിരീക്ഷിച്ച് അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചും, പ്രത്യേകിച്ച് സഭയിൽ നമ്മളെ നയിക്കാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികൾ, അവരിലൂടെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കണം. അപ്പോൾ അവരുടെ മാതൃക നമ്മൾ നോക്കണം എന്നിവിടെ അമ്മ ത്രേസ്യ പറയുകയാണ്. അവർ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുവെന്ന് പര്യാലോചിക്കുമ്പോൾ തൻ്റെ നേർക്ക് നാം പരാതിപ്പെടുന്നത് എത്ര യുക്തിഹീനമാണ് നമുക്ക് ബോധ്യമാകും. ഇവിടെ പരാതിയുടെയാണ് വിഷയം. എന്തിനെക്കുറിച്ച് പരാതി? അഭിഷേകമാകുന്നില്ല. ധ്യാനകേന്ദ്രത്തിലേക്ക് കയറി വന്ന് രജിസ്ട്രേഷൻ കയറി കഴിഞ്ഞപ്പോഴേ അഭിഷേകം കൊണ്ട് കത്തുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമായിട്ട് പരാതിപ്പെട്ടിരിക്കുന്ന, മുഖം മുറിപ്പിരിക്കുന്ന വ്യക്തികൾ എന്നാ പറയുന്നത്? അഭിഷേകത്തിലേക്ക് ജ്വലിക്കണമെങ്കിൽ എത്ര ദിവസം, എത്ര മണിക്കൂറുകളുടെ സ്വയം പരിശ്രമവും ശുശ്രൂഷ സ്വീകരിക്കലും അനേകരുടെ പ്രാർത്ഥനാ സഹായവും മറ്റ് സഹായവും എല്ലാം സ്വീകരിച്ചിട്ട് ഒന്നല്ലെങ്കിൽ കത്തുള്ളൂ. എന്നാൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ധ്യാനം കൂടെ എത്തിന്ന് വരികയില്ല, പിന്നെ അടുത്ത ധ്യാനം കൂടേണ്ടി വരും. അങ്ങനെ പല ധ്യാനം കൂടി ചിലപ്പോൾ കത്താനിവിടെ വരുന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അകത്തോട്ട് വന്ന് നമ്മുടെ ഹാളിൽ വന്ന്, ശുശ്രൂഷ ഹാളിൽ വന്ന്, ചാപ്പലിൽ വന്ന് നമ്മുടെ സീറ്റ് വന്നിരുന്ന് ആദ്യത്തെ പാട്ട് പാടി ഇപ്പോഴും ഞാനങ്ങ് കത്തി ജ്വലിക്കുന്നില്ലല്ലോ എന്നുള്ള പരാതിയും കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് ഈ മൂന്നാം സ്ഥാനത്തിലേക്ക് എത്തിയതേ ഉള്ളൂ. ഇവിടെ നമ്മുടെ പരാതി എന്താ? നമുക്കങ്ങ് അഭിഷേകം കിട്ടുന്നില്ല, കൃപകൾ ജ്വലിക്കുന്നില്ല, കൃപാ വരങ്ങൾ കിട്ടുന്നില്ല, ആ വരമില്ല, ഈ വരമില്ല, മറ്റേ കിട്ടുന്നില്ല. എന്താ ഇത്? അങ്ങനെ നമ്മൾ പരാതിയിലേക്ക് പോവുകയാണ്. ഈ പരാതി ആയിട്ട് നിൽക്കാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. അത് മനസ്സിലാക്കാൻ വിശുദ്ധരെ നോക്കാൻ പറയുന്നത്. നമ്മൾ പൗലോസ് അപ്പോസ്തലന് 2 കൊരിന്തോസ് 11-ാം അധ്യായത്തിൽ 23 മുതൽ 29 വരെ തൻ്റെ തന്നെ ആത്മീയ പോരാട്ടം, ആത്മീയ ശുശ്രൂഷ, ഓട്ടം, സഹനം അതേക്കുറിച്ച് പങ്കുവെക്കുന്നത് അപ്പോസ്തലൻ എഴുതുന്ന വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നല്ലതാണ്, ഓർക്കുന്നത് നല്ലതാണ്. എന്തുമാത്രമാണ് ഈശോയ്ക്ക് വേണ്ടി തനിക്ക് കിട്ടിയ ബോധ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി അപ്പോസ്തലൻ സഹിക്കുന്നത്. എന്തുമാത്രം അധ്വാനങ്ങൾ, അലച്ചിലുകൾ, യാത്രകൾ, കഷ്ടപ്പാടുകൾ, ഉറക്കമുളപ്പുകൾ, പട്ടിണിക്കുള്ള യാത്രകൾ, അപകടത്തിൽപ്പെട്ട് നദിയിലും കാട്ടിലും ഒഴി നടക്കുന്ന അവസ്ഥ, കൊള്ളക്കാർ ആക്രമിക്കുക, സ്വന്തക്കാർ കാലുവാരുന്നത്, യഹൂദർ വന്ന് എതിര് പ്രവർത്തിക്കുന്നത്, പിന്നെ അധികാരികൾ പിടിച്ചുകൊണ്ട് തല്ലുന്നത്, കല്ലെറിയുന്നത്, അങ്ങനെ എന്തെല്ലാം കൊട്ടയിലിരുത്തി ഇറക്കി വിടാൻ ഇടവരുന്നത്, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ്. അതൊരു ലിസ്റ്റ് അപ്പോസ്തലൻ വേറെ സാഹചര്യം അങ്ങ് പറയുകയാണ്. അങ്ങനെയൊക്കെയുള്ള വിശുദ്ധരുടെ ഈ അനുഭവങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഈ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർ ആത്മീയ ജീവിതത്തിൽ കരുത്തുള്ളവരാകാൻ വേണ്ടി എന്തുമാത്രം സഹിച്ചിട്ടുണ്ടെന്ന് ഈ പറയുന്നത്. അമ്മ ത്രേസ്യയുടെ തന്നെ ലൈഫ് ഞാൻ എനിക്ക് പറയുകയുണ്ടായി. യൂട്യൂബിൽ സ്പാനിഷ് ഭാഷയിലുള്ള തെരേസ ഓഫ് ജീസസ് എന്നുള്ള ഒരു 8 മണിക്കൂറിൻ്റെ 8 ഭാഗമായിട്ടുള്ള ഒരു ഫിലിം കിടപ്പുണ്ട്, ടെലിഫിലിം. വളരെ നല്ലതാണ്. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ക്യാപ്ഷൻസും ഉണ്ട്. അത് എടുത്ത് കാണുന്ന 1 മുതൽ 8 വരെ കാണും. ഞാൻ ഒന്നിലധികം പ്രാവശ്യം ഇപ്പോൾ കാണുന്ന പ്രക്രിയയിലാണ്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ കാണും. ഒന്നും വേണ്ടി ഞാൻ വളരെ എന്തുമാത്രം അധ്വാനം, അലച്ചിലുകളും, അതിനിടയ്ക്ക് രോഗങ്ങൾ, കഷ്ടപ്പാട്, എതിർപ്പുകൾ, എന്തുമാത്രം മദ്രസ ലൈഫിൽ ആദ്യം സൂചിപ്പിച്ചല്ലോ. അതിൻ്റെ എല്ലാം ഇടയിലൂടെയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് ഈശോയ്ക്ക് വേണ്ടിയിട്ട്, തങ്ങളുടെ ആത്മജീവിതത്തിന് വേണ്ടിയിട്ട്. ഇത് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എത്രയോ നിസ്സാരമേ ചെയ്തിട്ടുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുക. അതുകൊണ്ട് ഈ ഒരു ആത്മശോധനാപൂർവ്വമുള്ള സ്വയം അവബോധം വിശുദ്ധരായ വ്യക്തികളെ നോക്കിയിട്ട്, നമുക്കൊപ്പം നമുക്ക് മുമ്പേ നീങ്ങുന്ന ഉത്തരവാദിത്തപ്പെട്ട ആത്മീയ വ്യക്തികളെ നോക്കിയിട്ട്, അവരുടെ അധ്വാനം, അലച്ചിലും സഹനവും പോരാട്ടവും ഒക്കെ നോക്കിയിട്ട് നമ്മൾ കരുത്തെടുത്തിട്ട് പരാതിയുടെ സകല മനോഭാവം അവസാനിപ്പിച്ചെടുക്കണം. അതിനപ്പുറത്തേക്ക് നമ്മൾ കയറണം. പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഒരു ലിസ്റ്റ് എടുത്തൊന്ന് വായിക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ ഉള്ള കരുത്തെടുത്ത് നമുക്ക് ഈ ഒരു ശുഷ്കതയെക്കുറിച്ചുള്ള പരാതിപ്പെടുന്ന അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെ അതിമുഖത്തിൻ്റെയും സ്വന്തം പ്ലാനിൻ്റെയൊക്കെ അവസ്ഥയൊന്ന് മറികടക്കണം. ആഴപ്പെട്ട എളിമയിലേക്ക് നമ്മൾ കടന്നു വരണം. മദ്രസ പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായ സംരക്ഷണവും സഹമുള്ള സഹോദരങ്ങളെ നാം
ഓരോരുത്തരോടും കൂടെ പ്രത്യേകം എല്ലാ ആത്മീയ പരിശ്രമം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.